പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഏപ്രിൽ 6-ാം തീയതി തപസ് കാലത്തിന്റെ 5-ാമത്തെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച കർത്താവിന്റെ ഉത്ഥാനത്തെ ഓർക്കുന്ന ദിവസമാണ്. ഇപ്പോൾ നാം സ്ലീബാപാതയിലൂടെയാണ് യഥാർത്ഥത്തിൽ കടന്നു പോകുന്നത്. അങ്ങനെ കർത്താവിന്റെ പീഡാസഹനത്തിലേക്ക്, കർത്താവിന്റെ കുരിശുമരണത്തിലേക്ക്, കർത്താവിന്റെ ഉയർപ്പ് തിരുനാളിലേക്ക് നാം വളരെ അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഈശോയുടെ അടുത്ത് പോയി ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലിരുന്ന് ഈ അനുദിന വിമോചന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾ എഴുതിയിടുന്ന പ്രാർത്ഥനകള് എൻ്റെ ശുശ്രൂഷകൾ എഴുതി തന്നത് ഓരോന്നോരോന്നെടുത്ത് പ്രാർത്ഥിച്ചു. മക്കളെ, വീട്ടിലിങ്ങനെ കലഹങ്ങൾ വിട്ടുമാറാത്തത്, രോഗങ്ങൾ വിട്ടുമാറാത്തത്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിട്ടുമാറാത്തത്, വീട്ടിലിങ്ങനെ അപസ്വരങ്ങളൊക്കെ കേൾക്കല്, വീട്ടിലിങ്ങനെ പുതിയ വീട് പണിതിട്ട് അതിൽ സ്വസ്ഥതയോടുകൂടി കഴിയാൻ പറ്റാത്തത്, മകന്റെ ജോലി തടസ്സങ്ങള്, മകന്റെ കല്യാണ തടസ്സങ്ങള്, മകളൊക്കെ ഇങ്ങനെ കഞ്ചാവിനും ലഹരിക്കൊക്കെ അടിമപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കല്, ഇങ്ങനെ രോഗിയായി കിടക്കുമ്പോൾ ആരും ആശ്വസിപ്പിക്കാനില്ലാത്ത അവസ്ഥ, ഭർത്താവ് പോലും കൈവെടിഞ്ഞ അവസ്ഥ, ജീവിത പങ്കാളി പോലും കൈവെടിയുന്ന അവസ്ഥ, കൂടെ വരാൻ മരുന്ന് വാങ്ങാൻ പോകാനോ ഡോക്ടറിനെ കാണാനോ ആരും വരാത്തൊരവസ്ഥ, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, കാലുവേദന, ആമവാദം, അതുപോലെ തന്നെ അപസ്മാരം മൂലം ജീവിക്കാൻ പറ്റാത്ത, ജോലിക്ക് പോകാൻ പറ്റാത്ത ആ ബന്ധനങ്ങൾ, മക്കളുണ്ട്, ഭർത്താവുണ്ട്, എന്നിട്ട് തൻ്റെ കർത്തവ്യങ്ങൾ ഈ രോഗം മൂലം ചെയ്യാൻ പറ്റുന്നില്ല, പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, പുറത്തു പോകാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പിന്നെ അകാരണമായ ടെൻഷൻ, ഭയം, ആകുലതകൾ. പ്രിയപ്പെട്ട മക്കളെ, ആ മേഖലകളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അച്ഛൻ ബന്ധിക്കുക, അച്ഛൻ അത് ബഹിഷ്കരിക്കുക. നിങ്ങളുടെ എല്ലാ ബന്ധനങ്ങളും അങ്ങോട്ട് അഴിയട്ടെ. നിരന്തരമായിട്ട് നിങ്ങളിങ്ങനെ വിമോചന പ്രാർത്ഥന ഒരു ദിവസം കേട്ടാൽ പോരാ, 2 ദിവസം കേട്ടാൽ പോരാ, 3 ദിവസം കേട്ടാൽ പോരാ. നിരന്തരമായ വിശ്വാസത്തോടെ നിരന്തരമായിട്ട് ഈ വിമോചന പ്രാർത്ഥന പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന അനുഗ്രഹം കർത്താവ് തരും, ആഗ്രഹിക്കുന്ന വിമോചനം കർത്താവ് നൽകും. രോഗികൾ സൗഖ്യം പ്രാപിക്കും, പാരമ്പര്യ രോഗങ്ങൾ വിട്ടുമാറും, പകർച്ചവ്യാധികളെ ബന്ധിക്കപ്പെടും, മഞ്ഞപ്പിത്തത്തെ ബന്ധിക്കപ്പെടും, ക്ഷയരോഗത്തെ ബന്ധിക്കപ്പെടും, എയ്ഡ്സ് രോഗങ്ങൾ ബന്ധിക്കപ്പെടും, മരുന്നില്ലാത്ത രോഗങ്ങൾ യേശുനാമത്താൽ ബന്ധിക്കപ്പെടും. ഇങ്ങനെ വിഷാദരോഗ, ഡിപ്രഷൻ, ഒരു മാരകമായ പിശാചബാധ, അതുപോലെ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, റൂമിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഇതൊരു അകാരണ ഭയം, ടെൻഷൻ, അല്ല കഴിവൊക്കെ ഉണ്ടായിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പ്രിയപ്പെട്ടവര്, നിരന്തരമായിട്ട് ഈ വിമോചന പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, ആ അധികാരത്താൽ ആ കെട്ടുകളൊക്കെ ഇങ്ങനെ പതുക്കെ 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 അഴിഞ്ഞില്ലാതാണ്. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ദൈവവചനം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു തിരുവചനം. ആ തിരുവചനത്തിന്റെ ശക്തിയാണ് നമ്മുടെ വീട്ടിലെ ഇരുട്ടെല്ലാം വിട്ടുമാറും. വചനം ഇങ്ങനെ പറയാം, യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. അത് നോക്കിയ ഇരുളടഞ്ഞ നമ്മുടെ ജീവിതത്തിലേക്ക്, വൈദ്യശാസ്ത്ര കൈവെട്ട നമ്മുടെ ജീവിതത്തിലേക്ക്, കടങ്ങൾ മൂലം വേദനയ്ക്ക് നമ്മുടെ ജീവിതത്തിലേക്ക്, ഇതാ കർത്താവ് പ്രകാശമാണ്. ഈ വിമോചന ശുശ്രൂഷയിലൂടെ കർത്താവ് നിന്റെ വീട്ടിലേക്ക് വരട്ടെ. മുടങ്ങിക്കിടക്കുന്ന കച്ചവടങ്ങള്, മുടങ്ങിക്കിടക്കുന്ന സ്ഥലക്കച്ചവടങ്ങള്, മുടങ്ങിക്കിടക്കുന്ന ബിസിനസ്സുകള്, നിരന്തരമായ കടബാധ്യതകള്, ഒരു ബിസിനസ്സിന് വേണ്ടിയുള്ള സ്ഥലം വാങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചുള്ള പ്രാർത്ഥനകള്, അത് ആഗ്രഹിച്ച സ്ഥലം കിട്ടാത്ത അവസ്ഥകള്, അതെല്ലാം കർത്താവ് ഈശോ പ്രകാശമാണ്.
എന്നെ അനുഗമിക്കുന്ന വചനം തുടരുകയാണ്. ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. അപ്പൊ കർത്താവാണ് നമുക്ക് വെളിച്ചം തരുന്നത്, കർത്താവാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്, ഇരുട്ടിനെ ബന്ധിക്കുന്നത് കർത്താവാണ്. ഈ വചനത്തിലൂടെ നമുക്ക് അനുദിന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിനെ ദാഹിച്ച് 2-3 സെക്കൻഡുകള് പരിശുദ്ധാത്മാവിനെ കണ്ട് ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ. ഇരുട്ടിനെ ബന്ധിക്കാൻ കർത്താവിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി പ്രകാശമായി ഞങ്ങളുടെ മേൽ വരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധമായ നാമം വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങയുടെ പ്രിയപ്പെട്ട ഈ ദാസരുടെ മേൽ, ഈ വിമോചന ശുശ്രൂഷ പങ്കെടുക്കുന്നവരുടെ മേൽ അവിടുത്തെ കരുണയായിരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പാകെ ഈ വിമോചന പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, അവരുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിതത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും, രോഗങ്ങളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും, അധമ വികാരങ്ങളും വിദേശ വൈരാഗ്യങ്ങളും കലഹങ്ങളും ഭിന്നതകളും സംശയങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും, എല്ലാ ദുരാശക്തികളും ദുഷ്ചിന്തകളും ദുഷ്പ്രവൃത്തികൾ ഉളവാക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെയും, എല്ലാ തിന്മകളുടെയും വഞ്ചനകളുടെയും ഉറവിടമായ സാത്താനെയും അവന്റെ സൈന്യങ്ങളെയും അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോയുടെ പരിശുദ്ധ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ അവയെ ഞാൻ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, നിർവീര്യമാക്കുന്നു. ഇനി ഈ മക്കളുടെ മേൽ തൊട്ടുപോകരുതെന്ന് യേശുനാമത്താൽ ഞാൻ കൽപ്പിക്കുന്നു. ഈ മക്കളുടെ ആത്മാക്കളിൽ നിന്നും മനസ്സിൽ നിന്നും ശരീരങ്ങളിൽ നിന്നും ജീവിത സാഹചര്യങ്ങളിൽ നിന്നും യേശുക്രിസ്തുവിന്റെ നാമത്താൽ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ ഉച്ചാടനം ചെയ്യുന്നു, ബഹിഷ്കരിക്കുന്നു. ഇരുട്ടിനെ രോഗങ്ങളെ തടസ്സങ്ങളെ ഭിന്നതകളെ കലഹങ്ങളെ ദുരാത്മാക്കളെ ദുഷ്ടാരൂപികളെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ഉച്ചാടനം ചെയ്യുന്നു. ഇനി ഒരിക്കലും ഇവരുടെ മേൽ പ്രവേശിച്ചു പോകരുതെന്ന് ഞാൻ യേശുനാമത്താൽ കൽപ്പിക്കുന്നു. കരമുയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തി ഒഴുകി വന്ന് ഈ മക്കളെ ബാധിച്ചിരിക്കുന്ന എല്ലാ കെട്ടുകൾ അടിയട്ടെ. അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് അച്ഛന്റെ മുണ്ടക്കയം കൺവെൻഷൻ ആരംഭിക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രദേശത്തുള്ള കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലുമുള്ള എല്ലാ മക്കളെയും നേരിട്ട് ഈശോയുടെ നാമത്തിലുള്ള വിമോചന ശുശ്രൂഷ പങ്കെടുക്കാൻ ഞാൻ നിങ്ങളെല്ലാവരെയും മുണ്ടക്കയം സെന്റ് മേരീസ് ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്പം ബുദ്ധിമുട്ടിയാൽ പോലും വാഹനങ്ങളുള്ളവരൊക്കെ അവിടെ വന്ന് വചനം കേൾക്കണമെന്ന് ഞാൻ പ്രത്യേകം അപേക്ഷിക്കുകയാണ്. 4:30 മണി മുതൽ 9 മണി വരെയാണ്. സാധിക്കുന്ന എല്ലാവരും വന്ന് പങ്കെടുക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തില് നിരന്തരമായ വിമോചന ശുശ്രൂഷയായിരിക്കും. ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുതങ്ങളായിരിക്കും അവിടെ നടക്കുന്നത്. പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈ വചന ശുശ്രൂഷ വിമോചന പ്രാർത്ഥനയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും എല്ലാ രോഗങ്ങളിൽ നിന്ന്, എല്ലാ അപകടങ്ങളിൽ നിന്ന്, എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് കാത്തു പരിപാലിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.